Hello guys, welcome back. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരു ഈസി ആയിട്ടുള്ള എന്തുവാ ഇന്ന് പറയണേ കേട്ടോ, ഈസി ആയിട്ടുള്ള സൈക്കിൾ ഔട്ട്. ഇതാണ് ആ സൈക്കിള്, പുതിയ സൈക്കിൾ കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ സൈക്കിൾ ഔട്ടത്തില്ല ഇങ്ങനെ. അപ്പം അതിന് വേണ്ടിയാണ് ബ്രേക്ക്. വല്ല മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. അതുകൊണ്ടിപ്പം നമ്മളിപ്പോൾ ചവിട്ടും. ഇങ്ങനെ ചവിട്ടുന്നേ. അതുകൊണ്ട് ഇങ്ങനെ ചവിട്ടുമ്പോൾ നമ്മൾ രണ്ട് ബ്രേക്ക് പതുക്കെ ഇങ്ങനെ പിടിക്കണം. അതാണ് ബ്രേക്ക് കേട്ടോ. അപ്പം ബ്രേക്ക് എന്ന് വെച്ചാൽ സൂപ്പർ കേട്ടോ. ഇന്നലെ ഞങ്ങൾ മേടിച്ചപ്പോഴില്ലേ അമ്മ ഫോട്ടോ എടുത്തേ. അപ്പം ഈ ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റ്, ഇതിനകത്ത് അമ്മ ലൈറ്റ് അടിച്ച്. പിന്നെ ഞാൻ ഫോട്ടോ നോക്കിയപ്പോൾ അതിനകത്ത് ലൈറ്റ് എന്തോ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലൈറ്റ് കത്തുന്ന രാത്രിയല്ലേ, മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അകത്ത് ചവിട്ടുമ്പോഴല്ലേ ഇച്ചിരി ഞാൻ വീരുമായിരുന്നു എന്ന് വെച്ചാൽ വലിയ സൈക്കിളും ഇങ്ങനെ അതൊക്കെ ചവിട്ടും. അയ്യോ അയ്യോ എന്നുവെച്ചാൽ രണ്ട് ടയറുണ്ട്. രണ്ട് ടയറിൽ എത്രയാണെന്ന് വെച്ചാൽ ഫോർ ടയർസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇച്ചേരം കഴിഞ്ഞപ്പോഴും ഞാൻ പഠിച്ച് ഇത്ര ഉള്ളു. അതുകൊണ്ട് ഇച്ചേരം പഠിച്ചപ്പോഴല്ലേ നല്ലപോലെ അങ്ങ് കിട്ടി. പിന്നെ അല്ലാതെ ഞാൻ ഒരു കൈവിട്ടൊക്കെ ഈ സൈക്കിൾ ഓടിക്കുന്നത്. പിന്നെ സൈക്കിൾ ഒക്കെയൊക്കെ ചെയ്യും ചെറുതായിട്ട്. അപ്പം അക്കുചേട്ടൻ അങ്ങനെയാണ്. ആവുചേട്ടൻ്റെ ഇല്ലേ ഒരു ദിവസം ഓണാക്കല്ലേ. അപ്പം ഹാപ്പി ഓണം ഗൈസ്. ഓണാക്കാൻ കഴിഞ്ഞ് ചുമ്മാ പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വീഡിയോ ഒന്നും എടുത്തില്ലല്ലേ. അപ്പോഴത്തേക്കില്ലേ അവിടെ ഓണമായിരുന്നേ. അതു ചേട്ടൻ്റെ കൈ ഇങ്ങനെ മുറിഞ്ഞ്. നമ്മളൊന്നും അറിഞ്ഞൂടോ. ഇനി അച്ഛൻ്റെ സാധനം കാണിക്കാം. അച്ഛന് രണ്ടെണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. പൊളിയാണ് ഗൈസ്. കണ്ടാ, ഇതൊക്കെ അച്ഛൻ്റെ സൂപ്പർ സാധനങ്ങളാ. ഇത് എത്രയാണെന്നറിയോ? കുറേ രൂപയാ. വേറെ ഒന്നും ഉണ്ടായിരുന്നല്ലേ, മറ്റേ വേറെയുള്ള സൈക്കിള് അച്ഛൻ വീഡിയോ എടുത്തില്ലേ, അതിനാ ഗിയറി പറഞ്ഞ് ചീത്തയായി. ഇനിയിപ്പോൾ ഞാൻ ഗിയർ പണിയത്തില്ലേ. അച്ഛനാ വഴക്കിട്ടി ഒരു ദിവസം. പിന്നെ അമ്മയാന്ന് പറഞ്ഞ് ഞാനാന്ന് പറഞ്ഞേ. അപ്പം അച്ഛനൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ പോയി. ഒരു ദിവസം ഞാൻ ഗിയർ പറഞ്ഞു ഇത് തന്നെ ചില ദിവസമായി. അപ്പോഴത്തേക്ക് കുറച്ച് വഴക്ക് പറഞ്ഞു. ഒന്നുമില്ലായിരുന്നു, വെറുതെ ഉടായിപ്പാ. പിന്നെ അല്ലാതെ ഫ്രണ്ട്സ്, ഞാൻ അപ്പോൾ ഇവിടെ ഒന്ന് ചവിട്ടെന്ന് കാണിച്ചു തരാം. അച്ഛൻ മാറിക്കച്ചാ. എൻ്റെ സൈക്കിളിൽ ചവിട്ടുന്നില്ലേ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഫ്രണ്ട്സ്. ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഉന്നം തെറ്റിപ്പോവും. ഇങ്ങനെ അങ്ങ് നേരെ അങ്ങ് പോവും. ഇങ്ങനെ നമുക്ക് വളയ്ക്കാനൊന്നും ഇന്നലെ അറിഞ്ഞൂടായിരുന്നു. എനിക്ക് പണ്ടില്ലേ വളയ്ക്കാൻ അറിഞ്ഞൂടാ. ആ മറ്റേ വേറെ ഒരു ബൈക്കുണ്ടല്ലേ, അത് മേടിച്ചപ്പോൾ എന്തുവാ 2 ടയറല്ല 4 ടയറാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. 2 ടയർ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് ഓടിക്കാമെന്ന് വിചാരിച്ചു റോഡി. പക്ഷെ എന്നാലും എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. ഇപ്പം വരുന്നില്ല, അവരൊരു സ്ഥലത്ത് പോയി. അവിടുത്തെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല. ഈ പരവേഴിച്ചില്ലേ നമ്മൾ ചവിട്ടി ചോറായി പോവും. നമ്മൾ കഴിഞ്ഞ് ചോറല്ലേ നമ്മൾ തിന്നുന്ന ചോറ്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചില്ല. ഇത് ബ്രേക്ക് കേട്ടോ ഫ്രണ്ട്സ്. ഇതൊക്കെ എന്താണെന്ന് എനിക്കൊരു കൊണ്ട് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ഈ സാധനം ഉണ്ടല്ലേ, ഇവിടെയൊക്കെ ഭയങ്കര ഫാഷൻസ് ഉണ്ട്. തെറ്റായിരുന്നു. ഇവിടെയൊക്കെ എന്തോ ഒരു ഫാഷൻസ് ചെയ്യും, അതെനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങോട്ട് വന്നേ ഫ്രണ്ട്സ്. ഇതില്ലേ, ഇതിപ്പോൾ നോക്ക്. ഈ സാധനം ഇങ്ങനെ അനങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. കണ്ട, ഇത് ഫ്രണ്ട്, ഇത് ബാക്കാ. എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് വിശേഷം? എത്ര നാളായി കണ്ടിട്ട്. ഒരു സൈക്കിൾ ഔട്ടാണല്ലോ കുറേ പാടാ. ഇവിടെയൊക്കെ ഞാൻ ചിലപ്പോൾ സ്പീഡിയൊക്കെ ചവിട്ടും കേട്ടാ. പക്ഷെ ബാലൻസ് വേണം ചവിട്ടാൻ. ഞാൻ പറഞ്ഞില്ലേ, ബാലൻസ് ഇല്ലാത്ത ആവശ്യം ചവിട്ടിക്കൂടാ. പക്ഷെ ഭയങ്കര പാടായിരിക്കും. എന്നാൽ നമ്മളില്ലേ, ഞാൻ ഒരു ദിവസം ഇല്ലേ
2 ടയർ ഇട്ട് വീണ് സ്ക്രാച്ച് അടിച്ചതാ. ഇതാ ഞാൻ കാണിച്ചില്ല, കണ്ട സ്ക്രാച്ച് അങ്ങ് ഓഴഞ്ഞങ്ങ് പോയി. ഞാനങ്ങ് എങ്ങനെ വീണെന്ന് അറിയാം. ഞാനങ്ങ് മതിലിൽ ചെന്ന് ഒറ്റടി എൻ്റെ ഒരു പല്ല് പോയി. കണ്ട, ഇന്ന് മുറിഞ്ഞൊന്നുമല്ല, പണ്ട് പോയതാ. ഇവിടെ മുറിഞ്ഞങ്ങ് എന്താ ഇവിടെ അങ്ങ് ഇടിച്ച്. ഇത് നേരത്തെ ഇളവിയതാ, ഇച്ചിരി മുമ്പ്. കേട്ടോ ഫ്രണ്ട്സ്, ഇതൊക്കെ നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഇതൊക്കെ സ്റ്റിക്കറാ, ചുമ്മാ തള്ളുന്ന. ഇതാ ഇവിടെ സ്റ്റിക്കറാ, ഇതൊക്കെ സ്റ്റിക്കറാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റോഡിൽ ചവിട്ടാൻ പോകണ സൈക്കിൾ ഇതാണ്. മാസ്ക്, സൂപ്പർ ഡൂപ്പർ മാസ്ക്. വേറെ ഒന്നുകൊണ്ട് കിടല്ല. ഞാൻ ഒന്ന് ദേഷ്യപ്പെട്ടിട്ട് പട്ടാളക്കാരൻ്റെ ചെയ്തോക്കി. പബ്ജി ഇന്ന് പബ്ജി കട്ടായിടാ പോടെ. ഇന്നൊക്കെ പബ്ജി കട്ടായി. ഇനി എനിക്ക് പബ്ജി കളിക്കാത്ത ദിവസമാണ്. ഞാൻ ഒരു ദിവസം പബ്ജി കളിക്കായിരുന്നു, പൊളിയായിരുന്നു. പബ്ജി അല്ലാതെ കളിക്കാൻ പറ്റില്ലേ, അത് കളിച്ചപ്പോൾ അയ്യോ എൻ്റെ പബ്ജി ചത്തല്ലോ. ഇനി ലാപ്ടോപ്പിലേ കളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മാസ്ക് ഇടാം. നീ വാ, സൈക്കിള് പുറത്തെടുക്കാം. ക്രോസ് ചെയ്യണം നമ്മൾ കേട്ടാ, എന്നിട്ട് നമ്മൾ ചവിട്ടണം. അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നോക്കിയിട്ട് ചവിട്ടണം. ഓ ഞാൻ കണ്ട് ഇങ്ങനെയൊക്കെ എല്ലാവരും വീഴും. അതുപോലെയാ ഫ്രാൻസ്. എന്തുവാ സൈക്കിളോട്ടി നമ്മളെ കുരയും കേട്ടാ, പറയണ്ട. സൈക്കിളോട്ടി ഹെൽമെറ്റൊക്കെ വേണം. അറിയോ, നിങ്ങളാണോ ഞാൻ മുട്ട അടിച്ചതാ, അറിയാതെ മുട്ട അടിച്ചു പോയിന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഒരു റൗണ്ടും കൂടി ചാട്ടാം, പിന്നെ അകത്തുള്ള ബാക്കി കാര്യം പറയാം. ഇതാ പറയണ്ട, ഇതൊക്കെ പുതിയ സൈക്കിളാണേ, ഞാൻ ആദ്യമായിട്ടൊന്നും കളിച്ചു കേട്ടോ ഫ്രണ്ട്സ്. നീ ബാ, നമുക്ക് അകത്തേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഗേറ്റ് അടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ ഗേറ്റ് അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിള്ളേരെ പിടുത്തക്കാരൊക്കെ കയറും. ഡേഞ്ചറസ്. ഞാൻ ഇവിടെ നിന്നൊക്കെ പബ്ജി കളിക്കില്ല, അതുകൊണ്ടാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ട് ദൂരെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതാ എൻ്റെ പുതിയ കിടിലൻ വീഡിയോസ് വരും. ഓക്കെ, ബൈ ബൈ.